അസ്സാം വലൈക്കും ഹായ് ഓൾ. അപ്പോൾ ആരൊക്കെ വന്നാലും ശരി നമുക്ക് ടേബിൾ നിറയെ ഫുഡ് അങ്ങ് കാഴ്ച വെക്കണം. 2-3 ഐറ്റംസ് ഒരുമിച്ച് എങ്ങനെ ഉണ്ടാക്കാം എല്ലാവർക്കും ടെൻഷനുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് 2-3 ഐറ്റംസ് ഒരുമിച്ച് അങ്ങ് ഉണ്ടാക്കിയെടുക്കുക, ഒരുമിച്ച് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുക്കുക. A to Z കാര്യങ്ങൾ ഒറ്റക്കാണ് ചെയ്തത്, ആരും ഹെൽപ്പിനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കിച്ചണിൽ രാവിലെ ഞാൻ മക്കളെ സ്കൂളൊക്കെ അയച്ച് രാവിലത്തെ ഒരു അടിക്കലും വാരലും ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങുന്നത്. രാവിലത്തെ ഒരു ക്ലീനിങ് ഒക്കെ നമ്മൾ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല, നേരെ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 9:30 ആയിട്ടുണ്ട്. നമ്മളുടെ രാത്രിയത്തെ ഈ ഒരു ഫംഗ്ഷൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. രാവിലെ നമ്മൾ അലക്കൽ മുറ്റടിക്കൽ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ബീഫ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് അപ്പോഴത്തേക്ക് നല്ലൊരു ആഗോലി നമ്മളെ മീൻകാരൻ കൊണ്ടു തന്നിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും എടുക്കണം. അപ്പോൾ ബീഫ് കട്ട് ചെയ്ത് ഞാൻ വിനിഗർ ഒഴിച്ച് വെച്ച്, ഇനിയിപ്പോൾ ആഗോലി കട്ട് ചെയ്തിട്ട് അതും അവിടെ മാറ്റി വെച്ച്. ഇനിയിപ്പോൾ നമുക്ക് ചടപടയെന്ന് പറഞ്ഞിട്ട് 2 കറികൾ ഉണ്ടാക്കുന്നുണ്ട്, 2 തരം നാസ്തകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം 2 ചട്ടിയിലാക്കിയിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. കാരണം നമുക്കില്ല ഇത്രയും വലിയൊരു പാത്രം ഇല്ല. പാത്രം എന്ന് പറഞ്ഞാൽ മൺചട്ടി ഇല്ല. മീൻ കറി മൺചട്ടി തന്നെ ഉണ്ടാക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 4 ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ടാലാണ് നമ്മുടെ മീൻ കറിയൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുക്കറിൽ ബീഫ് കറി ഉണ്ടാക്കണം. 2 ചട്ടിയിൽ 2 മീൻ കറി, 2 ചട്ടിയിൽ വെക്കുന്നത് നമുക്ക് വലിയ പാത്രം ഒന്നിൽ വെക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയാണ് ഇട്ടത്. അത് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഉള്ളി രണ്ടും എല്ലാം സെയിം ആയിട്ട് ഇട്ട് കൊടുത്ത്. അപ്പോൾ കുക്കർ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. നമുക്ക് വേഗം ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 കാര്യങ്ങൾ ഒരേപോലെ അങ്ങ് ആകുമ്പോൾ ഓരോരോ കറി ഉണ്ടാക്കി എടുത്തിട്ട് പിന്നെ വേറൊരു കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ സമയം വെറുതെ വേസ്റ്റാണ്. ഇപ്പോൾ എനിക്ക് 3 അടുപ്പുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഉള്ളി കട്ട് ചെയ്യേണ്ട ആ ഒരു ടൈം കിട്ടേണ്ടതുകൊണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ വെച്ചതിന് ശേഷമാണ് ചട്ടിയുടെ ലോ ഫ്ലെയിമിലാക്കി വെച്ചത്. തക്കാളി ഞാൻ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മീൻ കറിക്ക് നമ്മൾ 2 തക്കാളി, ബീഫ് കറിക്ക് ഒരൊറ്റ തക്കാളി ആവശ്യമുള്ളൂ. 1 കിലോ ബീഫ് 1 കിലോ ആഗോലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും സെയിം ആക്കിയിട്ട് പകുതി ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത് 2 ചട്ടിയിൽ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പെരിഞ്ചീരകം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം കാന്താരി കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വെക്കുന്നത് വെറും പെപ്പറും കാന്താരി മുളകും കൂടിയുള്ളൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ടൈം കുറവുള്ളത് കൊണ്ട് ഞാൻ എന്താ പണിയെടുക്കുന്നത് പറഞ്ഞാൽ ഒരു വിസിലങ്ങ് അടിച്ചാൽ ഉള്ളിയൊക്കെ നല്ല പേസ്റ്റായി കിട്ടും ബീഫ് കറിയുടെ. അപ്പോൾ ഇനി മീൻ കറിയിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി, റെഡ് ചില്ലി മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ് നമ്മളുടേത്. അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഈ ഒരു വെളിച്ചെണ്ണ കിടന്ന് നല്ലോണം മൂത്ത് വരട്ടെട്ടാ. പ്രത്യേക ടേസ്റ്റാണ് ആഗോലിയിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കറി വെച്ചെടുത്താൽ. ഇനിയിപ്പോൾ നല്ലപോലെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ നമ്മുടെ പുളി എടുത്തിട്ട് വാളംപുളി എടുത്തിട്ട് നല്ലപോലെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആഗോലിക്ക് വേവ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് കൂടി 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ആഗോലി മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള അത്രയും വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് ഉപ്പ്, എരിവ്, പുളിയൊക്കെ നോക്കിയിട്ട് ആ ഒരു കറി ഏകദേശം ഒന്ന് കുറുകുമ്പോൾ നമ്മൾ ആഗോലി ഇട്ട് കൊടുത്താൽ മതി. ആഗോലി ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ആ ഒരു 2 സൈഡും വേവുന്ന ഒരു ടൈമേ വേണ്ടു. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചങ്ങ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്നൊരു മീനാണ്, പിന്നെ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ഇപ്പുറത്തെ ചട്ടിയുള്ളതും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നല്ലപോലെ ഇളക്കി അതിൻ്റെ ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് ഞാൻ മീനിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലോണം ഞാൻ വെള്ളം ഒഴിക്കാതെയാണ് ബീഫ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം 1 കിലോ ബീഫ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഉള്ളി എടുത്ത് 4 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് വേണ്ടി വരും. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ ഇട്ട് വേവിച്ചെടുക്കാൻ നമ്മൾ പച്ചമുളക് ചേർത്തതാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ വെന്തിട്ട് എരിവൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മീൻ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ ഒരു സൈഡിൽ പോയി നിന്നണ്ട ആ ഒരു പാകം നമ്മൾ ഓഫ് ചെയ്യുക. പിന്നെ ആഗോലി എപ്പോൾ സ്പൂൺ തിളക്കാൻ പാടില്ല, ചട്ടി ഇങ്ങനെ ചുറ്റിച്ച് ഇളക്കിയെടുത്താൽ മതിയേ. ഇനി ഓഫ് ചെയ്ത് അടച്ച് വെച്ചു. അപ്പോൾ മീൻ കറി 2 ആയി. ബീഫ് കറി അവിടെ ബീഫ് ഞാൻ അത് മിസ്സായി പോയിട്ടുണ്ട്. ബീഫ് അതിലേക്ക് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാതെ നല്ലപോലെ ചേർത്തി എടുത്തിട്ട് ലോ ഫ്ലെയിം. ബീഫ് ഞാൻ എപ്പോഴും വേവിക്കുക ലോ ഫ്ലെയിമിലാണ്, ഹൈ ഫ്ലെയിമിൽ വെക്കില്ല. ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലോട്ട് ബീഫ് നമുക്ക് സുഖമായിട്ട് വെന്തിട്ട്. ഇനിയിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 1 ഗ്ലാസ് ഞാനിവിടെ എടുത്തത് നമ്മൾ ബിരിയാണി അരി, നേരിയരി, ജീരകശാല അരി എന്ന് പറയുന്ന ആ ഒരു അരി ഉണ്ടല്ലോ, ചെറിയ അരി, അതാണ് എടുത്തത്. അപ്പോൾ 1 പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ചിട്ട് പാൽപ്പായസമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാൽപ്പായസം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ പാടില്ല. പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അരിപ്പാലിൽ തന്നെ വെന്തിട്ട് വരണം. അത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. കള്ളപ്പണി എടുക്കരുത്. വെള്ളത്തിൽ വേവിച്ചിട്ട് ലാസ്റ്റ് പാൽ ഒഴിച്ച് കൊടുത്താൽ
പാൽപ്പായത്തിന് ടേസ്റ്റ് കിട്ടില്ല. മിൽക്ക് മെയ്ഡോ കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട. നമ്മൾ ഇതുപോലെ അങ്ങ് സമയമെടുത്ത് വേവിക്കുക. സാധാരണ ചില ആൾക്കാർ ചെയ്യും കുക്കറിൽ വേവിച്ചിട്ട് ഇപ്പുറത്ത് കുറച്ച് പാൽ വെച്ചിട്ട് മിക്സ് ചെയ്യുക. അതൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അരി പാലിൽ ചേർത്ത പോലെ ഉണ്ടാവും. ഒറിജിനൽ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉണക്കലരി ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെ എത്തുന്ന ഒരു ടേസ്റ്റാണ്. ഉണക്കലരി വേവാൻ കുറേ സമയം വേണം. നേരിയരി ആകുമ്പോൾ നമുക്ക് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ ഇതിലേക്ക് 4 പാക്കറ്റ് പാലാണ് ടോട്ടൽ വേണ്ടത്. ഫസ്റ്റ് നമ്മൾ 1 ഗ്ലാസ് അരിക്കേ ഫസ്റ്റ് നമ്മൾ 1 പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ 3 പാക്കറ്റ് പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ടോട്ടൽ 4 പാക്കറ്റ് പാലും നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ചിലപ്പോൾ ഒരു 5 പാക്കറ്റ് പാൽ വേണ്ടി വരും. അതിപ്പോൾ ഓരോ അരിയുടെ കട്ടിപ്പനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് ഒരു 5 പാക്കറ്റ് പാൽ വാങ്ങി വെക്കുക. ആവശ്യം വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. നന്നായിട്ട് വയറ്റുന്ന വിശപ്പൊക്കെ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്. ഓരോരോ ജോലി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും അത് കഴിയട്ടെ എന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. സാമ്പാർ കഴിഞ്ഞിട്ടില്ല, ടൈം ചോദിക്കണ്ട, ഇന്നത്തേക്ക് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ നല്ലപോലെ നെയ്റോസ്റ്റ് ആക്കി എടുത്തിട്ട് സാമ്പാറും കൂടി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ. 11:53 നമ്മൾ 9:30 കിച്ചണിൽ ഇറങ്ങിയതാണ്. കാരണം A to Z വെളുത്തുള്ളി പൊളിക്കാൻ ആളില്ല, ഇഞ്ചി പൊളിക്കാൻ ആളില്ല, ഉള്ളി ഒന്ന് തൊലികളി വരാൻ വരെ നമുക്കൊരാളില്ല. എല്ലാം A to Z ഞാൻ പറഞ്ഞല്ലോ ഒറ്റക്ക ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ പിന്നെ ഇത്രയും സമയമാവൂലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന നാസ്ത എന്ന് പറഞ്ഞാൽ പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ടൻ്റെ പൊടി വയ്ക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2 കിലോ മൈദയാണ്, 2 പാക്കറ്റ് പാൽ, 2 മുട്ട ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് പിന്നെ ഇത്തിരി പഞ്ചസാര ഇടും കേട്ടോ. ഞാൻ പൊറോട്ട പൊടി വയ്ക്കുമ്പോൾ ഷുഗർ പേഷ്യൻസ് എല്ലാം ഉണ്ടെങ്കിലേ ഒഴിവാക്കണം. ഇത്തിരി എന്നാണ് ഇത്തിരിയേ ഇടുള്ളൂ, ഉപ്പിൻ്റെ അത്രയൊന്നും ഇടൂല. ഉപ്പിനേക്കാൾ പകുതിയേ ഇടുള്ളൂ. എന്നാലൊരു ടേസ്റ്റാണ് പൊറോട്ട കഴിക്കാനായിട്ട്. ആ പാലും മുട്ടയും ഒക്കെ കുഴച്ചിട്ട് എന്നിട്ട് ആവശ്യത്തിന് ബാക്കി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1 കിലോനാണെങ്കിൽ 1 പാക്കറ്റ് പാൽ 1 മുട്ട ആ ഒരു രീതിക്ക് മതിയേ. എന്നിട്ട് കുഴച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു. നനഞ്ഞ തുണി നല്ലൊരു ക്ലോത്ത് നനഞ്ഞിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പായസം ഏകദേശം നമുക്ക് വെന്ത് നല്ല കുറുകിയിട്ട് ഇനി ഒന്നും കൂടി കുറുകണം. ലോ ഫ്ലെയിമിലാട്ടാ, അധികം അടച്ച് വെക്കരുതേ. പിന്നെ പാലാണ് തിളച്ച് മറിയും. അപ്പോൾ ഇടയ്ക്കിടയെ മൂടി പൊന്നിച്ച് നോക്കണം. എന്നിട്ട് നല്ലോണി അരി വെന്ത് ആ പാലിലേക്ക് മിക്സായിട്ട് പഞ്ചസാര ഇട്ടിന് കേട്ടോ. ഞാൻ 3 ഗ്ലാസ് പഞ്ചസാര ഇട്ടിന്. 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ പഞ്ചസാര അതിൽ ഓരോരുത്തർ ഇഷ്ടത്തിന് ഇത്തിരി ഉപ്പിട്ടിന്, ഇത്തിരി ഏലക്കപ്പൊടി ഒക്കെ ഇട്ടിന് ഇന്നത്തെ പായസത്തിന്. ഇനിയിപ്പോൾ നമുക്ക് A to Z ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ പായസം അവിടെ നിന്ന് ഇങ്ങനെ വേകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി ഒരുവിധം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കിച്ചന് അടിച്ചു വരൽ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് ലാസ്റ്റാട്ടോ അടിച്ചു വരലുള്ളൂ. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് തുടച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പായസം ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ പായസത്തിൻ്റെ ചട്ടികാച്ചലും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ പിന്നെ ആ ഒരു എണ്ണമായി ഉണ്ടാവുമല്ലോ. എന്തായാലും പൊറോട്ട ചുട്ടാൽ രാത്രി ഞാൻ തുടക്കണം, അത് വേറെ കാര്യം. എന്നാലിപ്പോൾ ഈ ഒരു ഏറ്റവും നമ്മളെ ഈ ഒരു ക്ലീനിങ് ഉണ്ടല്ലോ, കറികളാക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കിച്ചൺ വൃത്തികേടാവുക. അപ്പോൾ പിന്നെ ആ ഒരു വാറ്റൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചൺ അങ്ങ് തുടച്ച് കളഞ്ഞാൽ പിന്നെ രാത്രി പൊറോട്ട ചുട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുക. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ കാഷ്യൂസും റൈസിൻസും ഒക്കെ ഒന്ന് വറുത്തിട്ട് ആ നെയ്യോട് കൂടി തന്നെ പായസത്തിൽ ഒഴിച്ചു കൊടുക്കുക. നെയ്യ് അത്യാവശ്യമാണ് പായസത്തിൽ. അതൊക്കെയാണ് ടേസ്റ്റ്. പണ്ടെപ്പോഴോ ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇലയിൽ പാൽപ്പായസം കുടിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷേ ആ ടേസ്റ്റ് ഇന്നും എനിക്ക് ഓർക്കുന്നുണ്ട് ഞാൻ. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇലയിൽ, അതുകൊണ്ട് എനിക്ക് ഇലയിൽ പായസം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. പണ്ടെങ്ങോ ഒരു പാൽപ്പായസം ഞാൻ കുടിച്ചൊരു ഓർമ്മ, കുട്ടിക്കാലത്ത് കുടിച്ചൊരു ഓർമ്മ ഇന്നും എനിക്കുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് ആ ഒരു ടേസ്റ്റിലേക്ക് എങ്ങനെ ഈ പാൽപ്പായസത്തിനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം ഏകദേശം അതിൻ്റെ അടുത്തെത്തുന്നുണ്ടെന്നാണ് ഇങ്ങനെ വെക്കുമ്പോൾ. പാലിൽ തന്നെ വെന്ത് കുറുകി വരുന്ന ആ ഒരു പാൽപ്പായസം എന്ന് പേര് വന്നിട്ട് പിന്നെ വെള്ളത്തിൽ വേവിക്കുന്നത് ശരിയില്ല കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ രീതിക്ക് ഉണ്ടാക്കാം, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് രാത്രി വൈകുന്നേരം ഇപ്പം ഞാൻ ഉച്ചയായല്ലോ, ഇനിയിപ്പോൾ കുളി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഒരു 4 മണിക്ക് അസറിന് ശേഷം, വൈകുന്നേരം നമ്മളെ നിസ്കാരത്തിനാട്ടോ അസർ എന്ന് പറയുന്നത് ഞാൻ. അസർ നമസ്കാരത്തിന് ശേഷം പിന്നെന്താ നമ്മൾ കിച്ചണിൽ കുറേ നമ്മളെ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർ നമ്മളെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ ഈ അസർ നിസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പറയുന്നത് വൈകുന്നേരം ഒരു ബാങ്കില്ലേ, അതിൻ്റെ നിസ്കാരമാണ് ഈ അസർ നിസ്കാരം. അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ ഇറങ്ങുക ഇനി നമ്മൾ. എന്നിട്ട് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്, അപ്പോൾ ആര് വന്നാലും നമ്മൾ രാവിലെ കറികളെല്ലാം ഉണ്ടാക്കി വെച്ചാൽ പ്രശ്നമില്ല. ഇപ്പോൾ ചോറ് ഉച്ചക്ക് കഴിക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ ഇത്തിരി ചോറാടെ വെച്ച് വാർത്തിട്ട് ആ കറി തന്നെ കൂട്ടിയിട്ട് കഴിക്കാനേ ഉള്ളൂ. എനിക്ക് ചോറ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ദോശ ചുട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയില്ലേ നമ്മളെ ഡെയിലി ഫുഡിൻ്റെ ടൈം ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈം ഇതിലില്ല എന്നുള്ളത്. അപ്പോൾ അത് ടെൻഷൻ അടിക്കണ്ട. ഇനിയിപ്പോൾ എക്സ്ട്രാ പണി എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എപ്പോഴും കഴിക്കുമല്ലോ, അതങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കാം. അപ്പോൾ നല്ലപോലെ ഞാൻ തുടച്ചെടുക്കുന്നത്. ഒന്നാമത്
നമ്മൾ ഇറച്ചി മീനൊക്കെ അതൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടോ കഴുകിയിരുന്നത്. അതൊന്നും ഞാൻ കിച്ചണിൽ നിന്ന് അങ്ങനെ മീനൊന്നും മുറിക്കാൻ നിൽക്കലില്ല. അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് ഇറങ്ങുന്നത്. നല്ല ടയേർഡ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ഫോൺ കോൾ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചും കൂടി നേരത്തെ കഴിയുക. ഞാൻ ഈ ഫോണിലേക്ക് നമ്മളിത് ഓൺലൈൻ ബിസിനസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മുട്ട സിർക്ക കരി കുതിർത്ത് വെച്ചിന്. അത് നേരത്തെ പറയാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ മുട്ട സിർക്ക, പൊറോട്ട, ബീഫ് കറി, ഈ ആഗോലി മുളകിട്ട കറി. ആഗോലി എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന ആ ഒരു സ്റ്റൈലാണ് ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആഗോലി ബീഫ് ആകുമ്പോൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ ഞാൻ വേവിച്ചത്. നല്ല കട്ടി തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാട്ടോ ബീഫ് ഇങ്ങനെ വെച്ചാൽ. ലാസ്റ്റ് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ആ ഒരു സ്റ്റൂവിൻ്റെ ഏകദേശം അടുത്തെത്തും. പിന്നെ അതിൽ നമ്മൾ കാഷ്യൂസ് അരച്ച് ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. പായസം നല്ലോണം കുറുകി ഏകദേശം നല്ല കറക്റ്റ് ടെക്സ്ചറിലായി വരും. നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലൂസ് വേണം. പിന്നെ അതൊന്ന് കട്ടിപ്പ് വരും. പിന്നെ പൊറോട്ടയുടെ ബോളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടസിർക്കയുടെ അരി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും ലാസ്റ്റ് നിമിഷം ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും. എനിക്ക് എന്തുണ്ടാക്കുമ്പോൾ ലാസ്റ്റ് അത് എത്തൂല എന്നുള്ളൊരു ടെൻഷനാണ്. അപ്പോൾ 3 ഐറ്റംസ് ഓൾറെഡി ആക്കാമെന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അതിന് കുറച്ച് നെയ്ച്ചോറ്, കുറച്ച് മുട്ടസിർക്ക, കുറച്ച് പൊറോട്ട, അത്രയും കാര്യങ്ങളാട്ടോ. നെയ്ച്ചോറൊന്നും വെക്കുന്നതിൽ ഞാൻ എടുത്തിട്ടില്ല. പൊറോട്ട വീശാൻ കുറേ ആൾക്കാർ ചോദിക്കുന്നതിന് എങ്ങനെയാണ് വീശാന്നുള്ളത്. പൊറോട്ട ഇപ്പം നമുക്ക് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, ആരെങ്കിലും വരുന്നുണ്ടെങ്കിലല്ലോ. ഓക്കെ, എല്ലാം ഒറ്റയ്ക്ക് എടുക്കാൻ ഇപ്പോൾ പറ്റില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്ക് ഏറ്റവും പേഴ്സണൽ ഇഷ്ടം ഞാൻ ചുടുന്ന പൊറോട്ടയാണ്. ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ്. കാരണം എന്താ വെച്ചാൽ ഈ പാലും മുട്ടയും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പൊറോട്ട ഉണ്ടാക്കി നോക്കിയാട്ടെ, ഭയങ്കര ടേസ്റ്റ്. ഈ ഹോട്ടലിലെ പൊറോട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് 2 എണ്ണം കഴിക്കുമ്പം മടുപ്പാണ്. എന്തോ ഒരു മടുപ്പ് വരും. പിന്നെ ഭയങ്കര ക്ഷീണം. നമ്മൾ വീട്ടിൽ നിന്ന് ചുട്ട പൊറോട്ട കഴിച്ചാൽ അങ്ങനെ ഒരു ക്ഷീണോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. ഈ മൈദ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അതിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം നമ്മൾ കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ട് കഴിക്കുന്നൊരു സാധനമല്ലേ ഈ പൊറോട്ട എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ കുറച്ച് പാലും മുട്ടയൊക്കെ ആഡ് ചെയ്താൽ കുറച്ചും കൂടി റിച്ച് ആവുകയും ചെയ്യും കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ. കാരണം ഈ മക്കളെ കൊണ്ട് കഴിപ്പിക്കാൻ, എൻ്റെ രണ്ടാമത്തെ ആൾക്ക് മുട്ട കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ മുട്ട ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു വെക്കും. മുട്ട കുട്ടികളൊക്കെ കഴിക്കണ്ടേ. അങ്ങനെ പൊറോട്ട വീശാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും പറയും നമുക്കറിയില്ല ഇങ്ങനെ കീറി നൂല് പോലെയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചുരുട്ടി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 സൈഡ് പിടിക്കുക ഒരടി, പിന്നെ 2 സൈഡ് പിടിക്കുക ഒരടി, അങ്ങനെ റൗണ്ടായി അടിച്ചെടുത്താൽ മതി കേട്ടോ. ഓരോ സൈഡ് പിടിച്ചിട്ട് നമ്മൾ പൊറോട്ടേൻ്റെ വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ഡൗട്ട് പല ആൾക്കാർ ചോദിക്കുന്നത് പൊറോട്ടയുടെ കാര്യത്തിൽ തന്നെയാണ്. അപ്പോൾ ആദ്യം എനിക്കും അറിയില്ല കേട്ടോ പൊറോട്ട വീശാൻ. എൻ്റെ പൊറോട്ടേൻ്റെ കഥകൾ കുറേ ഉണ്ട് പറയാനായിട്ട്. ഇൻഷാല്ല ഞാൻ പിന്നൊരു ദിവസം പറഞ്ഞു നിങ്ങൾ. അങ്ങനെ മുട്ടസിർക്ക് ഒരു സൈഡിൽ ചൂടുന്നുണ്ട്. കാരണം പൊറോട്ട ഒട്ടും ചൂടാൻ അറിയാണ്ട് കുറേ ട്രാജഡി എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളങ്ങ് മെനക്കേട്ട് പിന്നെ ഒരു വാശി വന്നാലേ നമ്മളതങ്ങ് ചുട്ട് പഠിച്ചോളും. നമ്മളങ്ങനെയാണല്ലോ, ആരെങ്കിലും തോറ്റു കൊടുക്കാന്നുള്ളൊരു പതിവില്ലല്ലോ. നമ്മളങ്ങ് എന്തും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഉണ്ടാക്കണമെന്നൊരു മുറാദ് മനസ്സിലങ്ങ് വന്ന് വിട്ടാൽ നമ്മളങ്ങ് ഉണ്ടാക്കി പഠിച്ചോളും. അപ്പോൾ മുട്ട സിർക്കയുടെ ബാറ്റർ കുറച്ച് ലൂസായി പോയി കേട്ടോ. ചെപ്പ് ചുട്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിന്. അപ്പോൾ അനിയത്തിയാണ് മുട്ട സിർക്ക ചുട്ട് തന്നത്. ഒന്നിനും വന്നിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ടൈമിലാണ് വന്നത്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അടുത്ത ഫംഗ്ഷൻ ഓളെ വീട്ടിൽ വരട്ടെ, ഇതുപോലെ ഞാനും പോകുള്ളൂ. അത് നമ്മളവിടെ കണക്ക് വരയിട്ട് വെക്കും. അങ്ങനെ അല്ലടാ ഞാൻ പിന്നെ ലാസ്റ്റ് മനസ്സിലിഞ്ഞ് ഞാൻ നേരത്തെ തന്നെ പോകും. ഓൾ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞതായോ അങ്ങനത്തെ പണിയൊന്നുമില്ല, ഇനി ലാസ്റ്റ് വന്നാൽ മതി എന്നുള്ള. അങ്ങനെ പിന്നെന്താണ് ഇളാമ്മ കുറേ ദിവസം എന്നെ വിളിച്ച് ചോദിക്കുന്നത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ എനിക്ക് ഓരോ തിരക്കായിട്ട് ഞാൻ പറയും ഞാനില്ല. അപ്പോൾ പിന്നെ കുറേ പ്രാവശ്യം അങ്ങനെ നോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇന്ന് എന്തായാലും എല്ലാവരും ഇങ്ങ് പോരി, നമുക്ക് ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്നുള്ളത്. വിളിക്കാനാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളന്ന് സദ്യ കഴിക്കുന്ന ഒരു പ്ലാനറ്റിനാണ്. മാസത്തിൽ ഒരു ദിവസം എല്ലാവരും കൂടി ഒരു ദിവസം ഒരു വീട്ടിൽ നമുക്ക് അങ്ങനെ ആക്കണം എന്നുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് എല്ലാവരെയും വിളിക്കാനൊരു സാഹചര്യമില്ല. കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് PCODൻ്റെ ആ ഒരു പ്രശ്നം കാരണമൊക്കെ കുറേ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ ജോലി ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇവരെ മാത്രം ഉൾപ്പെടുത്തിയതാണ്. മറ്റുള്ള ഫാമിലിയൊന്നും തൊട്ടിട്ടില്ല. ഒരാളെ തൊട്ടാൽ അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആരെയും വിളിച്ചിട്ടില്ല, ഇവരെ മാത്രം വിളിച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്നെ സങ്കടം പറയുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഒരു രക്ഷയില്ല. ഇളാമ്മാൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ 1 വർഷത്തോളം ഇളാമ്മ എവിടെ പോകാണ്ട് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓരോരോ വീട്ടിലേക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ വിളിച്ചത്. കാരണം എന്താ വെച്ചാൽ ഓർ കുറേയായി വരാത്തത്. കാരണം കുഞ്ഞിലാക്ക് സുഖമില്ലാത്ത സമയത്തും എവിടെയും പോക്കില്ല. ഏകദേശം എൻ്റെ വീട്ടിൽ വന്ന് 2 വർഷമായി. സ്വന്തം ഉമ്മയുടെ അനിയത്തിയാണ്. 2 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അത് നിങ്ങൾ ഓർക്കണേ, ഈ ഒരാളമ്മ മാത്രം. അപ്പോൾ അവരുടെ മക്കളും ഒക്കെ ആയിട്ടാണ് ഇത്രയും ആൾക്കാരായത്. അപ്പോൾ എല്ലാവരും നല്ല റാഹത്തായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ കേട്ടോ.